ഡയഗ്രാമിൻ്റെ ഈ ഒരു ഭാഗം മൾട്ടി വൈബ്രേറ്ററാണ്. ഈ മൾട്ടി വൈബ്രേറ്റർ മൈക്കുകളെ കൊണ്ടുവരുന്ന ഈ ശബ്ദ ഇലക്ട്രിസിറ്റി സിഗ്നൽ ആക്കിയിട്ട് ഈ റിലേ ആംപ്ലിഫൈ ചെയ്തിട്ട് ലൈറ്റ് ESP8266 എന്ന മൊഡ്യൂളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് കാർ കൺട്രോൾ ചെയ്യാനാണ്. പിന്നെ ആർഡിനോ നാനോ വെച്ച് നമ്മളിതിൻ്റെ സീഡ് വീഴാനുള്ള ഓട്ടോമേഷനും വെള്ളം ഒഴിക്കാനുള്ള ഓട്ടോമേഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിടിച്ച് കഴിയുമ്പോൾ തീപ്പെട്ടി കത്തിയിട്ട് ആ തീപ്പെട്ടിയിലുള്ള സ്പാർക്ക് താഴത്തേക്ക് ചാടുമ്പോൾ ആ ചന്ദ്രതിരി പുകയും. അപ്പോൾ ആ പുകഞ്ഞ് ഈ ബോഡി കൂടെ സ്മോക്ക് പുറത്തേക്ക് വരും. ഇതിൻ്റെ ബോഡി എന്ന് വെച്ചിട്ടുണ്ടാക്കിയേക്കുന്നത് പ്ലാസ്റ്റിക് പാക്കറ്റ് അല്ലേ? പ്ലാസ്റ്റിക് പാക്കറ്റ് ക്രാഫ്റ്റ് ചെയ്തെടുത്ത ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണത്. അത്യാവശ്യം നല്ല ടൈസ് ഉണ്ട്, നല്ല ഇടിയുണ്ട് അല്ലേ? എത്ര വോൾട്ടിൽ അത് വർക്ക് ചെയ്യുന്നത്? 12 വോൾട്ടിൽ റൺ ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് പാർട്ടിക്കും പ്രോഗ്രാംസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പീക്കറാണത്. ഉള്ളിൽ ഭയങ്കര സെറ്റപ്പ് ആണോടാ. ഇപ്പം LDRലേക്ക് കണക്ഷൻ ഉണ്ട്. അടിപൊളി ഇപ്പം LDRൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതിൽ ജസ്റ്റ് ഒരു പേഴ്സൺ ക്രോസ് ചെയ്യാണ് അല്ലേ? ക്രോസ് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ ഈ ട്രാക്ക് ബ്ലോക്ക് ആവും. ഇൻവെർട്ടർ അല്ലേ? അപ്പോൾ ഇതിലുപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏതാ? ഇതാണ് നമ്മുടെ 10th ശിവ ഒരു എയർപ്ലെയിനാണ് ഉണ്ടാക്കുന്നത്. ഇത് വർക്കിംഗ് ആണോ? ചെറുതായിട്ട് ടോട്ടൽ കൊടുത്താൽ മതി. ഇത് ഡെക്കാഡോൾഡ്രമാണ്. ഇതിന് 12 പേജുണ്ട്. അതായത് 12 റെഗുലർ പെൻഡുകൾ 12 പേജുണ്ട്. പിന്നെ 30 എഡ്ജുണ്ട്, 20 വെർട്ടിക്സും ഓരോ ആംഗിളും 108 ഡിഗ്രി നമ്മൾ വെച്ച് കട്ട് ചെയ്താണ്. 16 വീക്കിലർ ട്രാക്കുകളുണ്ട്. അപ്പോൾ ഇത് ഓരോ സൈഡ് ഇതിൻ്റെ ഓരോ സൈഡ് 20 സെൻറ്റിമീറ്റർ ആയിട്ടാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 14. മൊത്തം 140 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ മൊത്തം.